ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ദിനേന എന്നോണം നമ്മുടെ ചുറ്റുപാടുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മെ പലപ്പോഴും ഞെട്ടിപ്പിക്കാറുണ്ട്, ഷോക്കേൽപ്പിക്കാറുണ്ട്. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ വായിച്ച ചില വാർത്തകൾ തന്നെ അതിന് ഉദാഹരണങ്ങളാണ്. നിലമ്പൂരിനടുത്ത് ഒരമ്മയും 3 കുട്ടികളും ഒന്നിച്ച് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയതായി ഒരു വാർത്ത നാം വായിക്കുകയുണ്ട്. തൊട്ടടുത്ത ദിവസം തന്നെ ആ കുട്ടികളുടെ അച്ഛൻ തൊട്ടടുത്തുള്ള പറമ്പിൽ പോയി ആത്മഹത്യ ചെയ്തു എന്ന് വീണ്ടും നമ്മൾ വാർത്തകളിലൂടെ കാണുകയുണ്ട്. അതുപോലെ തന്നെ പ്രണയത്തിൽ നിന്ന് പിന്മാറിയതിന്റെ പേരിൽ പെൺകുട്ടിയെ നടുറോട്ടിൽ വെച്ച് തടഞ്ഞു വെച്ച് വെടിവെക്കുന്ന CCTV ദൃശ്യങ്ങൾ ചാനലിലൂടെ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. വിദേശത്തുള്ള ഭർത്താവിന് തന്റെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ കോളിലൂടെ ലൈവായി കാണിച്ചു കൊടുത്ത് ആത്മഹത്യ ചെയ്ത ചില പെൺകുട്ടികളുടെ വിവരങ്ങളും നമ്മൾ മനസ്സിലാക്കിയത്. തൊഴിലാളികൾ തമ്മിൽ വഴക്കുണ്ടാക്കി കൈക്കോട്ട് കൊണ്ട് തലക്കടിച്ചു കൊന്നു എന്ന വാർത്തയും കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു. ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ നിത്യേന എന്നോണം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വായിക്കുമ്പോൾ തൊട്ടടുത്തുള്ള ആളോട് നമ്മൾ പറയും, ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർക്ക് എന്തുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നു, ഇങ്ങനെയൊക്കെ മനസ്സ് ഉറക്കുന്ന ആളുകളുണ്ടോ എന്ന് പലപ്പോഴും നമ്മൾ പറഞ്ഞു പോകാറുണ്ട്. എന്നാൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അതിന്റെ ചെറിയതോ വലിയതോ ആയ അംശങ്ങൾ പലപ്പോഴും നമുക്കിടയിലും ഉണ്ടോ എന്ന് നമ്മൾ ഉറക്കെ ചിന്തിക്കേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ അപ്രതീക്ഷിതമായി ഇത്തരം സാഹചര്യങ്ങളിലേക്ക് നമ്മളോ നമ്മുടെ മക്കളോ ബന്ധുക്കളോ അയൽവാസികളോ അല്ലെങ്കിൽ നാട്ടുകാരോ എടുത്തെറിയപ്പെടുന്ന ഒരു സാഹചര്യം അതിവിദൂരമല്ല എന്ന് നാം തിരിച്ചറിയണം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കി അത്തരം ചില സംഗതികൾ ഏതെങ്കിലും ഒന്ന് അതിന്റെ വഴിയിലേക്ക് നമ്മൾ രഹസ്യമായോ പരസ്യമായോ എത്തിപ്പെട്ടിട്ടുണ്ടോ എന്ന് ഓരോരുത്തരും ആത്മവിചിന്തനം നടത്തേണ്ടതുണ്ട്. വ്യക്തിപരമായിട്ടും കുടുംബപരമായിട്ടുമൊക്കെ ഇങ്ങനെയുള്ള ഒരു പൊട്ടിത്തെറിയിലേക്ക് എത്താവുന്ന എന്തെങ്കിലും സംഗതികൾ എന്നിലോ എന്റെ കുടുംബങ്ങളിലോ ഉണ്ടോ എന്ന ഒരു ആത്മവിശകലനം ഒരു വിശ്വാസി നിർബന്ധമായും നടത്തേണ്ടതുണ്ട്. അതല്ലാതെ ഇത്തരം വാർത്തകൾ വായിച്ച് തള്ളാനുള്ളതല്ല. എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു, ഇങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെ ആയി മാറാൻ എന്താണ് കാരണം, അതിന്റെ വല്ല കാരണത്തിന്റെ ചെറിയൊരു അംശമെങ്കിലും എന്റെ അടുക്കലുണ്ടോ എന്ന് ചിന്തിക്കുന്നിടത്തും മാറ്റം വരുത്തുന്നിടത്തുമാണ് ഒരു വിശ്വാസി യഥാർത്ഥത്തിൽ വിജയിക്കേണ്ടത്. പ്രധാനമായും ഇത്തരം സംഭവങ്ങളൊക്കെ കൂട്ടിവെച്ച് വായിച്ചു നോക്കുമ്പോൾ, അതിനെക്കുറിച്ച് പഠിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരം അവസ്ഥയിലേക്ക് ആളുകൾ പോകാനുള്ള കാരണം ചില വിഷയങ്ങളാണ്. അതിലൊന്ന് മനോരോഗമാണ് ചിലർക്കുള്ളത്. ആ മനോരോഗത്തിന് ചികിത്സയാണ് പരിഹാരം. എന്നാൽ ചില സംഭവങ്ങൾ മനോരോഗമാണ് എന്ന് വരുത്തി തീർക്കാൻ, ബോധപൂർവം വരുത്തി തീർക്കാൻ പല താല്പര്യങ്ങളാൽ ശ്രമിക്കുന്ന ആളുകളും ഉണ്ടാവാറുണ്ട് എന്നത് മറ്റൊരു വസ്തുതയാണ്. വേറെ ഒരു കാരണം, ഇത്തരം വിഷയങ്ങളിലേക്കൊക്കെ എത്തുന്നതിന്റെ വേറൊരു കാരണം അവിഹിത ബന്ധങ്ങളാണ്. അത് വിവാഹം കഴിഞ്ഞവരും അതുപോലെ തന്നെ വിവാഹം കഴിയാത്തവരിലുമൊക്കെ, പുരുഷന്മാരിലും സ്ത്രീകളിലുമെല്ലാം സംഭവിക്കുന്ന അവിഹിത ബന്ധങ്ങളാണ് ഇതുപോലെയുള്ള പൊട്ടിത്തെറികളിലേക്ക് പലപ്പോഴും
എത്തിപ്പെടാറുള്ളത് എന്നതാണ് ഒരു വസ്തുത. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടതെന്താ? അങ്ങനെയുള്ള അവിഹിത ബന്ധത്തിന്റെ ഏതെങ്കിലും അംശം നമ്മളിലുണ്ടോ എന്ന് നമ്മൾ നന്നായി ചിന്തിക്കേണ്ടതുണ്ട്. പലപ്പോഴും പ്രത്യക്ഷമായി പറയുമ്പോൾ അതൊന്നുമില്ല എന്നാണ് എല്ലാവരും പറയാറുള്ളത്. എന്നാൽ രഹസ്യമായി അത് കൊണ്ട് നടക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അതിന് എളുപ്പമാണ്. ഈ ഇന്റർനെറ്റ് സൗകര്യമുള്ളതുകൊണ്ട്, വാട്സപ്പും ഫേസ്ബുക്കും അനുബന്ധ സൗകര്യങ്ങളും ഉള്ളതുകൊണ്ട് ആരുമായും ഏത് സമയത്തും ആരും അറിയാതെ ബന്ധപ്പെടാൻ, ആ ബന്ധം കാത്തു സൂക്ഷിക്കാൻ, അത് ടെക്സ്റ്റായിട്ടും വോയിസ് ആയിട്ടും വീഡിയോ രൂപത്തിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യുവാനുള്ള ആ തുറന്ന അവസരമാണ് ഇന്ന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം വല്ല കണക്ഷനുകളും ആരെങ്കിലുമായിട്ടോ, ഒരു അന്യ പുരുഷനുമായിട്ടോ അന്യ സ്ത്രീയുമായിട്ടോ നാം തുടങ്ങി വെച്ചിട്ടുണ്ടോ, തുടരുന്നുണ്ടോ? അങ്ങനെ ഉണ്ട് എങ്കിൽ നാം വളരെ ഗൗരവത്തോടുകൂടി തന്നെ ഈ വിഷയം മനസ്സിലാക്കേണ്ടതുണ്ട്. ചില ആളുകൾ മുമ്പെങ്ങോ പഠനകാലത്തുണ്ടായിരുന്ന ബന്ധങ്ങൾ 2ഉം 3ഉം മക്കളായ ശേഷവും തുടർന്നു കൊണ്ടുപോവുകയാണ്. സ്വന്തം ഭർത്താവിനെയും മക്കളെയും വഞ്ചിച്ചുകൊണ്ട് പണ്ട് കോളേജ് കാലഘട്ടങ്ങളിൽ പഠിച്ചിരുന്ന ആ ബന്ധങ്ങളുമായി വീണ്ടും മുന്നോട്ടു പോവുകയും ഒരു സുപ്രഭാതത്തിൽ ഈ മക്കളെയും വിട്ടേച്ചുകൊണ്ട് അവന്റെ കൂടെ ഇറങ്ങിപ്പോവുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഒറ്റപ്പെട്ടതല്ല. ഇതൊക്കെ സംഭവിക്കുന്നത് ഇത്തരം വിഷയങ്ങൾ സ്വകാര്യമായി കൊണ്ടു നടക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഇങ്ങനെ ആരുടെയെങ്കിലും അടുക്കൽ ഈ സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ട സുപ്രധാനമായ ഒരു കാര്യം, വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വ്യഭിചരിക്കരുത് എന്ന് മാത്രമല്ല, വലാ തഖറബു സിന, നിങ്ങൾ വ്യഭിചാരത്തോട് അടുത്തു പോകരുത് എന്നാണ്. അതിന്റെ അയലത്ത് പോലും നിങ്ങൾ പോകാൻ പാടില്ല. കാരണം എന്താണ്? ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല, അത് വളരെ മ്ലേച്ഛമായ മോശമായ ഒരു വൃത്തിയാണ്. അതിന്റെ വഴിയാകട്ടെ വസാഅ സബീല, ദുഷിച്ച മാർഗവുമാകുന്നു. അഥവാ ആ വഴിയിലേക്ക് കാലെടുത്ത് വെക്കുന്നു എന്നത് തന്നെ ഒരു ദുഷിച്ച ഏർപ്പാടാണ്, മോശമായ കാര്യമാണ്. ഹദീസുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കണ്ണിന്റെ വ്യഭിചാരം എന്ന് പറയുന്നത് കണ്ണുകൊണ്ട് മോശപ്പെട്ട കാര്യങ്ങൾ കാണലാണ്. കാതിന്റെ വ്യഭിചാരം അൽ ഇസ്തിമാ, കേൾക്കലാണ്. കൈയിന്റെ വ്യഭിചാരം പിടുത്തമാണ്. മനസ്സിന്റേത് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തിക്കലുകളാണ്. ഇതൊക്കെ പഠിപ്പിക്കപ്പെട്ട പ്രവാചകന്റെ അനുയായികൾക്ക് എങ്ങനെയാണ് ആരും അറിയാതെ സ്വന്തം ഭാര്യ അവിടെ കട്ടിലിൽ കിടന്നുറങ്ങുമ്പോൾ പോലും മൊബൈലിൽ ആരും അറിയാത്ത രീതിയിൽ അനാവശ്യ ദൃശ്യങ്ങൾ, മറ്റു സ്ത്രീകളുടെ മേനികൾ കണ്ടാസ്വദിക്കാൻ തോന്നുന്നത്, അല്ലെങ്കിൽ മറ്റു സ്ത്രീകളുമായി മറ്റു പുരുഷന്മാരുമായി ചാറ്റിംഗിൽ ഏർപ്പെടാൻ കഴിയുന്നത്? ഇത് വ്യഭിചാരത്തിന്റെ വഴിയിലേക്കുള്ള ഒരു അവസ്ഥ തന്നെയാണ്. അതിനെപ്പോലും വിരോധിച്ച ഒരു മതമാണ് ഇസ്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എത്ര പ്രസക്തമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം നോക്കൂ നിങ്ങൾ. ലാ യഖ്ലുവന്ന റജുലുൻ ബിഇംറഅതി, ഒരിക്കലും ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒറ്റപ്പെടാൻ പാടില്ല. അങ്ങനെ ഒറ്റപ്പെട്ടാലില്ല കാന സാലിദുഹുമാ അശ്ശൈത്വാൻ, മൂന്നാമനായി അവിടെ പിശാച് ഇല്ലാതിരിക്കുകയില്ല, ഇല്ലാതെ അവർക്ക് ചേരാൻ കഴിയില്ല എന്നാണ്. അഥവാ ഒരു പുരുഷനും സ്ത്രീയും ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് എത്ര സതുദ്ദേശമാണുള്ളത് എങ്കിലും അവിടെ മൂന്നാമനായി പിശാച് കടന്നു വരികയും അവരുടെ രണ്ടുപേരുടെയും ഹൃദയത്തിൽ മോശമായ കാര്യങ്ങൾ തോന്നിപ്പിക്കുകയും അവരൊരിക്കലും വിചാരിക്കാത്ത തലങ്ങളിലേക്ക് ആ ബന്ധങ്ങൾ വളർന്നു പോവുകയും ചെയ്യും എന്നു തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അങ്ങനെ എത്രയെത്ര സംഭവങ്ങളുണ്ട്. വിചാരിക്കാത്ത സംഭവങ്ങൾ സംഭവിച്ച് കൊലപാതകങ്ങൾ വരെ നടന്ന സംഭവങ്ങൾ എത്രയുണ്ട്. അപ്പോൾ ഇതെല്ലാം നാം ആലോചിക്കണം. ഇന്ന് ഫോണിൽ ഒറ്റപ്പെടുന്നു എന്നതും ഇതിനോട് ചേർത്ത് നമ്മൾ വായിക്കേണ്ടതുണ്ട്. ഒരു പുരുഷനും സ്ത്രീയും ഒരു റൂമിലോ ഒരു വീട്ടിലോ അല്ലെങ്കിൽ യാത്രക്കിടയിലോ ഒറ്റപ്പെടുന്നത് മാത്രമല്ല, മറിച്ച് മണിക്കൂറുകളോളം ഫോണിൽ സംസാരിക്കുന്നതും ചാറ്റിംഗിൽ ഏർപ്പെടുന്നതും അത് ഒറ്റക്കാണ്. അതുതന്നെയാണ് അപകടങ്ങൾ ഉണ്ടാക്കുന്നത്. മാത്രവുമല്ല, അത്തരം ബന്ധങ്ങളിലേക്ക് വളർന്നു കയറുമ്പോൾ സ്വന്തം മാതാപിതാക്കൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എത്രയാണ്. മാതാപിതാക്കളുടെ തൃപ്തിയില്ലാതെ മരണപ്പെട്ടു പോയാൽ അവന്റെ അവസ്ഥ എന്താ? അതെ,
മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ തൃപ്തി, മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാഹുവിന്റെ കോപം എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നത്തിന്റെ പേരിൽ മാതാപിതാക്കളെ പിണക്കിക്കഴിഞ്ഞാൽ, അവരുടെ കോപം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കോപവും നമ്മുടെ കൂടെയുണ്ടാകുമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എത്ര ഗൗരവത്തിലാണ് ഇസ്ലാം ഇത് കൈകാര്യം ചെയ്തത് നോക്കൂ നിങ്ങൾ. വ്യഭിചരിച്ച ആളാണെങ്കിൽ 100 അടി അടിക്കണമെന്നാണ്. ഇസ്ലാമിക ഗവൺമെന്റ് ഉണ്ടെങ്കിൽ പരസ്യമായി ആളുകൾ നോക്കി നിൽക്കെ 100 അടി അടിക്കണമെന്നാണ്. ഇനി ആ വ്യഭിചരിച്ച വ്യക്തികൾ വിവാഹം കഴിച്ച ആളുകളാണെങ്കിലോ അവരെ എറിഞ്ഞു കൊല്ലണമെന്ന് പഠിപ്പിക്കുകയും അത് നടപ്പിൽ വരുത്തുകയും ചെയ്ത ശരീഅത്തിന്റെ വക്താക്കളാണ് മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നത്. എത്രത്തോളം ഗൗരവമുണ്ട് ആ വിഷയത്തിൽ നിന്ന് നോക്കൂ നിങ്ങൾ. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല, അതിന്റെയൊക്കെ ഗൗരവം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല, നാളെ ഖബറിലുള്ള ശിക്ഷ എന്താ അവർക്ക്? ഖബറിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിക്കപ്പെട്ടു പല രീതിയിലുള്ള ശിക്ഷകൾ, വിവിധ ആളുകൾ അനുഭവിക്കുന്ന ശിക്ഷകൾ കാണിക്കപ്പെട്ടപ്പോ ഒരു കൂട്ടം ആളുകളെ ഒരു തീക്കുണ്ടാരത്തിൽ ചില ആളുകൾ കടന്നു മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു വലിയ അടുപ്പാണ്, അതിന്റെ മുകൾ ഭാഗം കുടുസായതാണ്, താഴ്ഭാഗമാകട്ടെ വിശാലമായതാണ്. ആ കുടുസായ ഭാഗത്തേക്ക് ആ തീക്കുണ്ടാരത്തിൽ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ മുകളിലേക്ക് പൊങ്ങി വരുന്നു. പക്ഷേ പുറത്തേക്ക് കടക്കാൻ കഴിയുന്നില്ല, അവർ വീണ്ടും താഴേക്ക് തന്നെ പോകുന്നു. ആരാണെന്ന് ചോദിക്കപ്പെട്ടു. ഇവർക്ക് സംഭവിച്ച തെറ്റാണെന്ന് എന്താണെന്ന് മലക്കിനോട് ചോദിക്കപ്പെട്ടപ്പോൾ പറഞ്ഞത് അവർ വ്യഭിചാരികളും വ്യഭിചാരിണികളുമായിരുന്നുവെന്നാണ്. അപ്പോൾ അത്തരം അവസ്ഥയിലേക്ക് കടന്നുപോയാൽ ദുനിയാവിൽ സ്വൈരമില്ല, മാനവും മര്യാദയുമില്ല, നാളെ പരലോകത്തും സ്വസ്ഥതയുണ്ടാവുകയില്ല എന്ന വളരെ ഗൗരവതരമായ വിഷയമാണ്. മാത്രവുമല്ല, നേരത്തെ ഞാൻ പറഞ്ഞ ആത്മഹത്യകളും പൊട്ടിത്തെറികളും വെടിവെക്കലുകളും എല്ലാം ഉണ്ടാകുന്നതിന്റെ ഒരു പ്രധാന കാരണം നിങ്ങൾ അതിന്റെ വാർത്തകൾക്ക് വരികൾക്കിടയിലൂടെ വായിച്ചു നോക്കൂ. ഒരു അവിഹിത ബന്ധത്തിന്റെ നിഴൽ അതിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെ നമ്മുടെ മക്കളിലുണ്ടോ നമ്മളിലുണ്ടോ വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കുകയും അതിന് പ്രതിവിധികൾ കണ്ടെത്തുകയും ചെയ്യേണ്ടതുണ്ട്. മറ്റൊന്ന്, മദ്യമാണ് വില്ലൻ. ഈ പ്രശ്നങ്ങളിലൊക്കെ പഠിച്ചു നോക്കിയാൽ അയാൾ മദ്യപിച്ചിരുന്നു എന്നാണ് അവസാനം പറയാൻ, അല്ലെങ്കിൽ മദ്യപാന സ്വഭാവം ഉണ്ടായിരുന്ന ആളാണ് എന്നാണ്. ഇതും പ്രത്യക്ഷത്തിൽ കൊണ്ടു നടക്കുന്നവർ ഒരുപക്ഷെ കുറവായിരിക്കും, രഹസ്യമായി ഉപയോഗിക്കുന്നവരാണ് പലപ്പോഴും കൂടുതൽ. ആ മദ്യത്തിന് ലഹരിക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ ഉമ്മുൽ ഖബായിസാണത്. എല്ലാ തിന്മകളുടെയും മാതാവാണത്. എല്ലാ തിന്മകളിലേക്കും മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോകുന്ന കാര്യമാണത്. ലാ യദ്ഖുലുൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. മുഴുമദ്യപാനിയായി മരണപ്പെട്ടു പോകുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് മാത്രമല്ല, എല്ലാം തൊലഞ്ഞു പോകും. സമ്പത്തുണ്ടാവില്ല, കുടുംബമുണ്ടാവില്ല, ഒന്നുണ്ടാവില്ല. വളരെ ഗൗരവതരമായ വിഷയമാണ്. വേറെ ഇത്തരം അപകടങ്ങളും പ്രശ്നങ്ങളും സംഭവിക്കാനുള്ള മറ്റൊരു കാരണം സാമ്പത്തിക പ്രതിസന്ധിയാണ്. വരവിൽ കവിഞ്ഞ ചെലവ് വരുന്നതോടുകൂടി രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഴിയാതെ വരികയും കടം വാങ്ങിച്ച സ്ഥലങ്ങളിൽ സമയത്ത് പണം കൊടുക്കാൻ കഴിയാതെ വരികയും ആളുകൾ തെരഞ്ഞു വരികയും കേസുകൾക്ക് മേൽ കേസുകളും പ്രശ്നങ്ങൾക്ക് മേൽ പ്രശ്നങ്ങളാവുകയും തനിക്ക് മുമ്പുണ്ടായിരുന്ന മാന്യത ഇടിഞ്ഞു പൊളിഞ്ഞു പോകുന്നുവെന്ന് തോന്നുമ്പോൾ അവസാനം ഒരു മുളം കയറിൽ ജീവിതം ഹോമിക്കുന്ന എത്രയോ ആളുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഉൻദുറൂ ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറൂ ഇലാ മൻ ഹുവ ഫൗഖകും. നിങ്ങൾ നിങ്ങളുടെ താഴെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കി ജീവിക്കുക, ഒരിക്കലും മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത്. ഫഹുവ അജ്ദറു വലാ തസ്ദറൂ നിഅമത്തല്ലാഹി അലൈക്കും. അങ്ങനെയായാൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിഅമത്ത്, അതിന്റെ ഗൗരവം നിങ്ങൾക്ക് അറിയാൻ കഴിയില്ല എന്നാണ്. അതായത് മുകളിലുള്ളവരിലേക്ക് നോക്കിയാൽ ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന അനുഗ്രഹത്തിന്റെ നിലയും വിലയും നമുക്കറിയാൻ കഴിയില്ല. എപ്പോഴും നമുക്ക് നിരാശയായി. എനിക്ക് തികഞ്ഞിട്ടില്ല എന്നാ തോന്നുന്നു. കാരണം നല്ല അത്യാവശ്യം യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം കയ്യിലുണ്ട്. പക്ഷേ നമ്മുടെ നോട്ടവും ആഗ്രഹവും അതിനേക്കാൾ 10-20 ലക്ഷം രൂപ വിലയുള്ള മറ്റൊരാളുടെ വാഹനം നോക്കിക്കൊണ്ടാണ് ഈ വാഹനം ഓടിക്കുന്നതെങ്കിൽ ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് മറ്റു സൗകര്യങ്ങളെല്ലാം. എന്തും നമുക്ക് ചെയ്യാൻ വാങ്ങാം. നമ്മുടെ ഒരു ഫളല് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഡ്രസ്സിൽ കാണാം, നമ്മുടെ മറ്റു സൗകര്യങ്ങളിൽ കാണാം. അതിനൊന്നും ഇസ്ലാമെ എതിരല്ല. ഇസ്റാഫ് കാണിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെ വെക്കേണ്ട ഒരു മാനദണ്ഡം എന്താ അറിയോ? അവനവനെ കൊണ്ടത് പൂർത്തീകരിക്കാൻ കഴിയണം. ഏതൊരു കാര്യമാണെങ്കിലും അവനവന്റെ വരുമാനത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണം. അതിനപ്പുറത്തേക്ക് അടവും പ്രശ്നവും. ഇപ്പൊ ഈ കോവിഡ് കാലം, കൊറോണ കാലത്ത് ഏറ്റവും പ്രയാസപ്പെട്ടതാരാണ്? ഏറ്റവും കീഴ്മേൽ മറിഞ്ഞതാരാണ്? ഈ വരവിൽ കവിഞ്ഞ ചെലവുള്ള ആളുകളാണ് പ്രയാസപ്പെട്ടത്. കാരണം എന്താ? 2, 3, 4 അടവുണ്ടാവും. ഇത് ഒരു പ്രത്യേക അവസ്ഥയിൽ ഇങ്ങനെ അടച്ചു പോവുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ നിലവിലുള്ള അവസ്ഥ കീഴ്മേൽ മറിഞ്ഞത്.
പിന്നെ ഈ കാശ് അടക്കാൻ തിരിച്ചടക്കാൻ മാർഗം കാണില്ല. അവിടെയാണ് ആളുകൾക്ക് പ്രയാസം വന്നത്. എന്നാൽ ഉള്ളത് കൊണ്ട് ജീവിച്ചു പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ കാര്യങ്ങൾ മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. ഈ ബാലൻസ് തെറ്റുമ്പോഴാണ് ഇതുപോലെയുള്ള കടും കൈകൾ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാരണം നിലച്ചു പോകുന്ന ആശയവിനിമയങ്ങളാണ്, കമ്മ്യൂണിക്കേഷനുകളാണ്. അഥവാ ഇന്ന് സ്വന്തം വീട്ടിൽ പോലും എല്ലാവരും കൂടിയിരിക്കുമ്പോഴും ഓരോരുത്തരും അവനവന്റെ ലോകത്താണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സ്വീകരണ റൂമിൽ സോഫയ്ക്ക് ചുറ്റും എല്ലാവരുമുണ്ട്, ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, മക്കളുണ്ട്. പക്ഷെ ഓരോരുത്തരും അവനവന്റെ ഫോണിൽ, അവനവന്റെ വാട്സപ്പിൽ, അവനവന്റെ ലോകത്താണുള്ളത്. എന്താണ് വീട്ടിൽ നടക്കുന്നതെന്ന് ഒരാൾക്കും അറിയുന്നില്ല. എന്തിനധികം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പോലും മുഖാമുഖമൊന്നും സംസാരിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ, ഓരോരുത്തരും അവനവന്റെ തുരുത്തിലേക്ക് ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് അങ്ങനെ ആവുമ്പോൾ ഓരോരുത്തരുടെ പ്രശ്നവും അവനവന്റെ മനസ്സിലേ ഉണ്ടാവുള്ളൂ. ഇത് പരസ്പരം വീട്ടിൽ ഷെയർ ചെയ്യാൻ കഴിയില്ല. ഒരു ഉത്തമരായ കൂട്ടുകാരുണ്ടാവില്ല. അങ്ങനെ ആ പ്രശ്നം പർവ്വതീകരിച്ചു വരുമ്പോഴാണ് ഒരു പ്രത്യേക നിമിഷത്തിൽ ഈ നേരത്തെ ഞാൻ പറഞ്ഞ അപകടങ്ങളൊക്കെ പലരും വരുത്തി വെക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതെന്താ പരിഹാരം? ഇത് നമ്മുടെ വീട്ടിലുണ്ടോ? പല വീടുകളിലും അതിന്റെ സ്വഭാവമുണ്ട്. സ്വന്തം മക്കളെ ഉപദേശിക്കാൻ കഴിയാത്ത മാതാപിതാക്കളുണ്ട്. എന്നിട്ട് ഏതെങ്കിലും തൊട്ടടുത്തുള്ള ആളുകളോട് പോയി പറഞ്ഞ് അവരെയാണ് ഇടപെടാറുള്ളത്. സ്വന്തം മക്കളോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ കഴിയാത്ത സാഹചര്യം വീട്ടിലുണ്ട് എങ്കിൽ അത് ഉടനെ നമ്മൾ പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും പ്രവാചകന്മാരുടെയും ഒക്കെ രീതി നോക്കൂ നിങ്ങൾ. അവര് വളരെ സൗഹാർദ്ദപരമായിട്ടാണ് അവരെ കുടുംബങ്ങളുമായി ഇടപഴകിയിരുന്നത്. യാ ഫാത്തിമ, യാ ബുനയ്യ, യാ ബനി, എന്റെ പൊന്നു കുട്ടി, എന്റെ പൊന്നു മോനെ, ഇങ്ങനെയാണ് ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകനെ വിളിച്ചുകൊണ്ട് കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുത്തിരുന്നത്. അങ്ങനെ വളരെ ഫ്രണ്ട്ലിയായി കുട്ടികളോടും അതുപോലെ തന്നെ ഭാര്യമാരോടും ഒക്കെ പെരുമാറാൻ സാധിക്കുന്ന നല്ലൊരു സൗഹൃദ അന്തരീക്ഷം ഒരു വീട്ടിലുണ്ടാവണം. റസൂൽ വിശുദ്ധ ഖുർആൻ ആ കാര്യം കൃത്യമായി പറഞ്ഞു. കുടുംബത്തെക്കുറിച്ച് പറഞ്ഞതെന്താ? വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ മവദ്ദതൻ വറഹ്മ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്, തെളിവിൽപ്പെട്ടതാണ് എന്ത്? നിങ്ങളെ ഒരേ ഇണകളിൽ നിന്ന് സൃഷ്ടിച്ചുവെന്നത്. അതുമാത്രമല്ല, എന്തിനു വേണ്ടി? ലിതസ്കുനൂ ഇലൈഹ, അവരിലേക്ക് സമാധാനപൂർവ്വം ഒത്തുചേരുന്നതിന് വേണ്ടി. മാത്രവുമല്ല, വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ, അവർക്ക് കാരുണ്യവും സ്നേഹവും അവരിൽ ഇട്ടുകൊടുക്കുകയും ചെയ്തുവെന്നാണ്. അപ്പൊ ആ കാരുണ്യവും സ്നേഹവും സമാധാനവും സ്വസ്ഥതയും പരസ്പരം കൂടുമ്പോൾ ഇമ്പമുള്ളതിനാണ് കുടുംബമെന്ന് നമ്മൾ പറയാറുള്ളത്. അങ്ങനെ ഒരു കൂട്ടിപ്പിടുത്തമുള്ള ഒരു കുടുംബമാകുമ്പോൾ സ്വാഭാവികമായും മനസ്സിൽ വല്ലാത്ത സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. എന്തെങ്കിലും ഒരു വിഷമമുണ്ടെങ്കിൽ സ്വന്തം ഉപ്പയോട് പറയാം, ഉമ്മയോട് പറയാം, അനുജനോട് പറയാം, ജ്യേഷ്ഠനോട് പറയാം. സ്വാഭാവികമായും അതിന് പരിഹാരങ്ങൾ ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നിർബന്ധമായിട്ടും ഉണ്ടാകണം. ചില വീടുകളിൽ ഇത് തീരെയില്ല. ചില വീടുകളിൽ ഭൗതികമായ കാര്യങ്ങളൊക്കെ പറയും, എന്നാൽ മതപരമായ ഉപദേശങ്ങൾ നിസ്കരിച്ചോ, നോമ്പ് നോറ്റോ, അല്ലെങ്കിൽ ഖുർആൻ ഓതിയോ, ഈ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്ന അവസ്ഥ ഉണ്ടാവാറില്ല. അതുപോലെ തന്നെ അടുത്ത സുഹൃത്തുക്കളില്ലാത്ത അവസ്ഥ. സഹോദരങ്ങളെ, ദീനിയായി ചിന്തിക്കുന്ന സുഹൃത്തുക്കളുടെ ഒരു വലയം നമുക്ക് എപ്പോഴും വേണം. നമ്മളെ ചൂഷണം ചെയ്യുന്ന സുഹൃത്തുക്കളല്ല. ചില ആളുകളൊക്കെ വിദേശത്തുനിന്ന് വരുമ്പോൾ അവരുടെ വണ്ടി മുഴുവൻ സുഹൃത്തുക്കൾ കൊണ്ട് നിറയും. എന്നാൽ ഒന്നൊരാഴ്ചയോ 2 ആഴ്ചയോ 3 ആഴ്ചയോ കഴിയുമ്പോൾ പിന്നെ ആ വാഹനത്തിലേക്ക് ഒരാളെ വിളിച്ചാൽ പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് പലപ്പോഴും മാറിപ്പോകാറുണ്ട്. എന്തേ കാരണം? വരുന്ന സമയത്ത് അവന്റെ കയ്യിൽ കുറച്ച് കാശുണ്ടാവും. അതുകൊണ്ട് എല്ലാവരും അവന്റെ വണ്ടി കയറും. ഒരു 4 ആഴ്ച കഴിഞ്ഞ് 5-ാമത്തെ ആഴ്ച ആകുമ്പോഴേക്ക് പിന്നീട് കൂടെ പോകുന്ന ആളുകൾ എണ്ണടിക്കേണ്ട അവസ്ഥ വരും, ഹോട്ടലിലെ ബില്ല് കൊടുക്കേണ്ട അവസ്ഥ വരും. പിന്നെ ആരും ആ വഴിക്ക് പോകാറില്ല. അവർ നമ്മയല്ല ഇഷ്ടപ്പെടുന്നത്, അവർ നമ്മുടെ വണ്ടിയെയാണ്. അവർ നമ്മയല്ല ആദരിക്കുന്നത്, അവർ നമ്മുടെ പോക്കറ്റിലുള്ള കാശിനെയാണ്. അവർക്ക് നമ്മയല്ല ആവശ്യം, നമ്മുടെ അടുക്കലുള്ള ചില സമ്പത്തുകളാണ്, ചില തിരിമറികളാണ്. എന്നാൽ അതിനൊക്കെ അപ്പുറം സ്വാർത്ഥതയില്ലാതെ നിസ്വാർത്ഥമായി നമ്മെ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന, ദീനിയായി നമുക്ക് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്ന നല്ലൊരു സൗഹൃദ വലയം നമുക്കുണ്ടാകണം. അപ്പോ സ്വാഭാവികമായും എല്ലാ പ്രയാസങ്ങളിൽ നിന്നൊരു പരിഹാരം നമുക്കുണ്ടാകും. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കാനുള്ള വേറൊരു പ്രധാന കാരണം എന്താണ്? ശരിയായ ജീവിത വീക്ഷണം ഇല്ലായ്മയാണ്. അതുകൊണ്ടാണ് ആത്മഹത്യ എന്നത് ഒരു പരിഹാരമായി അത്തരം ആളുകൾ കാണുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആത്മഹത്യ എന്ന് പറയുന്നത് ഒരിക്കലും ഫൈനൽ എക്സിറ്റ് അല്ല. അങ്ങനെയാണ് ആളുകൾ പൊതുവെ അതിനെ പരിചയപ്പെടുത്താറുള്ളത്. നിങ്ങൾ ഇന്റർനെറ്റിൽ പോയിട്ട് ഫൈനൽ എക്സിറ്റ് എന്ന് അടിച്ചു നോക്കൂ, ആത്മഹത്യ എന്നാണ് വരിക, സൂയിസൈഡ് എന്നാണ് വരിക.
അതായത് പൊതുജനം അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള അവസാനത്തെ വാതിലാണ് ആത്മഹത്യ. മരിച്ചാൽ പിന്നെ എല്ലാ പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെട്ടു എന്നാണ് ധാരണ. എന്നാൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അതല്ല. അതൊരിക്കലും ഫൈനൽ എക്സിറ്റ് അല്ല, അത് യഥാർത്ഥ ജീവിതത്തിലേക്കുള്ള ഫസ്റ്റ് എൻട്രൻസ് ആണ്. അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഖബറിൽ കൊണ്ടുപോയി വെച്ച് നമ്മളെല്ലാവരും തിരിഞ്ഞു പോരുന്നതോടുകൂടി വീണ്ടും ആ റൂഹ് തിരിച്ചേൽപ്പിക്കുകയാണ്. അവിടെ മലക്കുകൾ ചോദ്യം ചെയ്യാൻ വരികയാണ്. പിന്നീട് ഖിയാമത്ത് നാളിൽ രണ്ടാമത് എഴുന്നേൽപ്പിക്കുകയാണ്. അവിടെ വീണ്ടും ചോദ്യങ്ങൾ കടന്നു വരികയാണ്. വല്ലാഖിറതു ഖൈറുൻ വഅബ്ഖാ, ഏറ്റവും നല്ലതും എന്നും ബാക്കിയാകുന്നതും പരലോകമാകുന്നു എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ആത്മഹത്യ ചെയ്ത് മരിച്ചുപോയ ആളുകളാണെങ്കിൽ അവർക്ക് നാളെ നരകത്തിൽ ലഭിക്കുന്നത് എന്താ? കമ്പി കൊണ്ട് കുത്തിക്കൊണ്ടാണ് ഒരാൾ ആത്മഹത്യ ചെയ്തതെങ്കിൽ നാളെ പരലോകത്ത് അയാളുടെ വയറിന് കുത്തിക്കൊണ്ടേയിരിക്കുമെന്നാണ്. വിഷം കഴിച്ചാണ് ഒരാൾ ആത്മഹത്യ ചെയ്തതെങ്കിൽ അയാൾ നാളെ പരലോകത്ത് വിഷം കഴിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. മലയുടെ മുകളിൽ നിന്ന് ചാടിക്കൊണ്ടാണ് ഒരാൾ ആത്മഹത്യ ചെയ്തതെങ്കിൽ അയാൾ നാളെ നരകത്തിലേക്ക് ഇങ്ങനെ ചാടിക്കൊണ്ടേയിരിക്കുമെന്നാണ്. ഇതൊരിക്കലും ഫൈനൽ എക്സിറ്റ് അല്ല, ഒരുപാട് ദുരന്തങ്ങളിലേക്കുള്ള ആദ്യത്തെ വാതിലാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെ സുഹൃത്തുക്കളെ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ വേഗം ജീവിതം ഒടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയും? അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന ഹൗലായി യുഹിബ്ബൂനൽ ആജില, ഇത്തരം ആളുകളൊക്കെ പലപ്പോഴും ഇഷ്ടപ്പെടുന്നത് പെട്ടെന്ന് കടന്നു പോകുന്ന ദുനിയാവിനെയാണ്. വയദറൂന വറാഅഹും യൗമൻ സഖീല, ഭാരമേറിയ ആ ദിവസത്തെ അവർ പിന്നിലേക്ക് തള്ളിമാറ്റുകയും ചെയ്യുകയാണ്. ആർക്കാ സ്വസ്ഥത? ആർക്കാ സമാധാനം? ഈ ജീവിത വീക്ഷണമുള്ളവർക്കാണ്, പരലോകത്തെക്കുറിച്ച് ഓർമ്മയുള്ളവർക്കാണ്, അള്ളാഹുവിനെ കുറിച്ച് അടുത്തറിഞ്ഞവർക്കാണ്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ആ ഹിദായത്ത് ലഭിച്ചവർക്കാണ്. എന്നിൽ നിന്നുള്ള ഹിദായത്ത് നിങ്ങൾക്ക് വന്നു കിട്ടിയാൽ നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല, നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് പ്രശ്നത്തിനും പിടിച്ചു നിൽക്കാനുള്ള ആളുള്ള മാർഗം ഈ ദുനിയാവ് നശ്വരമാണ്. ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന പ്രശ്നം അത് താൽക്കാലികമാണ്. ഞാൻ അള്ളാഹു വഴിപ്പെട്ട് ജീവിക്കുന്ന ആളെങ്കിൽ അൽഹംദുലില്ലാ എനിക്ക് സ്വർഗത്തിൽ പിന്നെ ഒരു പ്രശ്നമല്ല, എനിക്ക് ആഖിറത്തിൽ ഇതിനൊക്കെ പരിഹാരം കിട്ടുന്നുള്ളൊരു ചിന്ത ഉണ്ടായാൽ മതി, എല്ലാ പ്രശ്നവും പരിഹരിക്കും. അതുകൊണ്ടാണ് കേരളത്തില്, ഇന്ത്യ രാജ്യത്ത് കൂടുതൽ ആത്മഹത്യ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിൽ ഏറ്റവും കുറവ് ആത്മഹത്യ നടക്കുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലാണ്. ആ മലപ്പുറം ജില്ലയിൽ എന്തുകൊണ്ട് ആത്മഹത്യ കുറയുന്നു എന്നതിനെക്കുറിച്ച് പഠനം നടത്തിയവർ മുസ്ലിങ്ങളല്ലാത്ത IAS ഓഫീസർമാര് പഠനം നടത്തി പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തുന്ന ഒരു കാര്യം, മലപ്പുറം ജില്ലയിൽ ജനസാന്ദ്രത കൂടുതലാണ്, പക്ഷെ അവിടെ ആത്മഹത്യാ നിരക്ക് മറ്റു ജില്ലകളെ അപേക്ഷിച്ച് കുറവാണ്. അതിന്റെ കാരണം അവർ പറയുന്നത് ഇവിടെയുള്ളവർ കൂടുതലും ദൈവവിശ്വാസികളാണ്, മറ്റൊരു ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുന്നവരാണ്. അതുകൊണ്ട് പച്ചയായ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളോട്, പ്രതിസന്ധികളോട് അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ട്. ഇവിടെ 60-70% മുസ്ലിം വിശ്വാസമുള്ള ആളുകളാണ് എന്ന്. ആ വിശ്വാസത്തിന്റെ കരുത്ത് തന്നെയാണത്. അത് നമ്മൾ ഇതിന്റെ കണക്ക് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ആ ഒരു രീതിയിലേക്ക് ജീവിത വീക്ഷണം ശരിക്കും നമുക്കുണ്ടാകുക, അതുപോലെ തന്നെ അത് മുസ്ലിം പേരുണ്ടായതുകൊണ്ട് നടക്കൂല, അത് ശരിക്കും ഉൾക്കൊള്ളുക തന്നെ വേണം. ഈ ദിക്റിൽ നിന്ന് നമ്മൾ മാറിയാൽ, അഥവാ ഈ ഹിദായത്തിന്റെ വഴിയിൽ നിന്ന്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് നമ്മൾ മാറിയാൽ പിന്നെ നമ്മളെ ഏറ്റെടുക്കാരറിയോ? ശൈത്താൻ. പിന്നെ നമ്മളെ ബുദ്ധി കൊണ്ടല്ല ചിന്തിക്കുക. പിന്നെ പിശാച് നമ്മൾ ചെയ്യുന്നതൊക്കെ നന്നാക്കി കാണിച്ചു തരും. മരിക്കാൻ കയറും കൊണ്ടുപോകുമ്പോൾ ഇതാണ് ഏറ്റവും നല്ല മാർഗമാണ്, ഇതല്ലാതെ എന്റെ മുന്നിൽ വഴിയില്ലാന്ന് ശൈത്താൻ അങ്ങനെ തോന്നിപ്പിക്കും. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അക്കാര്യം. റഹ്മാൻ, പരമകാരുണ്യകന്റെ വഴിയിൽ നിന്ന് നിങ്ങൾ, ആ ദിക്റിൽ നിന്ന് നിങ്ങൾ മാറി നടന്നാൽ, അവനൊരു പിശാചിനെ അല്ലാഹു ഏർപ്പെടുത്തി കൊടുക്കും. ആ ശൈത്താനായിരിക്കും അവന്റെ ഉറ്റ സുഹൃത്ത്, ഉറ്റ കൂട്ടുകാരനല്ല. അതുകൊണ്ടാണ് പലരും കൊല്ലാൻ പോയതാവില്ല, മരിക്കാൻ പോയതാവില്ല, പക്ഷെ ഒരു സന്ദർഭത്തിൽപ്പെട്ട് പെട്ടെന്നത് ചെയ്തു പോവുക. ആ വ്യക്തി തന്നെ അതിൽ നിന്നെങ്ങാനും രക്ഷപ്പെട്ട് വന്നാൽ പിന്നെ പറയും ഞാനത് ചെയ്തത് അബദ്ധമായി എന്ന് പറയും. അത് ആ ടൈമിൽ സംഭവിക്കും. കാരണം എന്താ അറിയോ? അള്ളാഹിനെ കുറിച്ചുള്ള ഒരു ഓർമ്മ പോയി ശൈത്താൻ നമ്മളെ മേലിൽ ആധിപത്യം നേടിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് എപ്പോഴും എന്ത് വേണം? ഇത്തരം പ്രശ്നങ്ങൾ നമ്മളെ വീട്ടിലൊരു ദീനിയായ അന്തരീക്ഷം ഉണ്ടാകാൻ ശ്രമിക്കണം. അതിന് നമ്മുടെ മക്കള്
ഖുർആൻ ഓതുന്നവരാകണം, ദീന് പഠിക്കുന്നവരാകണം, അതുപോലെ തന്നെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നവരാകണം. ഇപ്പൊ വെള്ളിയാഴ്ച ഖുതുബ, ഈ ഖുതുബ പോലും കേൾക്കാത്ത ഒരു വീട്ടിലെ ഒരു ഭാര്യയാണെങ്കിൽ ആ ഭാര്യനെ കൈകാര്യം ചെയ്യാൻ എന്തൊരു പ്രയാസം ഉണ്ടാവും. അതുപോലെ ഒരു ഭർത്താവിനെ കൈകാര്യം ചെയ്യാൻ എന്തൊരു പ്രയാസം ഉണ്ടാവും. എന്നാൽ ഈ ദീനിയായ അന്തരീക്ഷത്തിൽ വളരുന്നൊരു വീടാണെങ്കിൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് അവർ ജീവിച്ചോളും, ആർക്കും ഒരു ശല്യം ഉണ്ടാവില്ല, ആ വീട്ടിൽ കലാപം കുഴപ്പമുണ്ടാവില്ല. അപ്പൊ ആ നിലക്കുള്ള ഒരു അന്തരീക്ഷം നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സുഹൃത്തുക്കൾ. അതല്ലെങ്കിൽ ഈ പത്രങ്ങളിലൂടെയൊക്കെ നമ്മൾ കാണുന്ന വാർത്തകളൊക്കെ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെയൊക്കെ അടുത്തേക്കും എത്തും എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. അള്ളാഹു എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ, എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ, നാളെ പരലോകത്ത് ഉന്നതമായ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. 2021 ഹജ്ജ് കർമ്മത്തിനു വേണ്ടിയുള്ള അപേക്ഷ ക്ഷണിച്ച കാര്യം നിങ്ങളെല്ലാവരും പത്രങ്ങളിലൂടെ വായിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 18-ന്റെയും 65-ന്റെയും വയസ്സിനിടയിലുള്ള ആളുകൾക്കാണ് ഇപ്രാവശ്യം ഹജ്ജിന് അപേക്ഷിക്കുവാനുള്ള അനുവാദമുള്ളത്. കോവിഡിന്റെ പ്രത്യേക പ്രോട്ടോകോൾ അനുസരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യവും ഹജ്ജിന്റെ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ളത്. 2022 വരെ, അതായത് 10/1/2022 വരെ കാലാവധിയുള്ള പാസ്പോർട്ട് ഉള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് എല്ലാവരും ഉദ്ദേശിക്കുന്ന ആളുകൾ ആ പാസ്പോർട്ട് ഒന്ന് എടുത്ത് അത് 10/1/2022 ആ ഒരു സമയത്ത് വരെ ഉള്ളതാണ് എന്ന് ഉറപ്പുവരുത്തുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു കവറിൽ 3 പേർക്ക് മാത്രമേ ഇപ്രാവശ്യം അപേക്ഷ കൊടുക്കാൻ സാധ്യമാവുകയുള്ളൂ. ഈ വരുന്ന ഡിസംബർ മാസം 10-ാം തീയതിയാണ് ഓൺലൈനിൽ ഇത് അപേക്ഷിക്കാനുള്ള അവസാന ദിവസം, ഡിസംബർ 10-ാം തീയതി. പിന്നീട് ഓൺലൈനിൽ അപേക്ഷിക്കാൻ കഴിയില്ല. ഓൺലൈനിൽ അപേക്ഷിച്ചവർക്ക് മാത്രമേ പിന്നെ ഓഫ്ലൈനിൽ ബാക്കി അതിന്റെ പ്രൊസീജിയറുകൾ പൂർത്തീകരിക്കാൻ സാധ്യമാവുകയും. അതുകൊണ്ട് ഹജ്ജ് ഉദ്ദേശിക്കുന്ന ആളുകളൊക്കെ അതിന് അപേക്ഷ കൊടുക്കേണ്ട ഈ സമയം ഓർക്കുകയും അത് നൽകുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പക്ഷെ ഈ വിവരങ്ങൾ ഇല്ലാത്തത് കൊണ്ടൊന്നുമല്ല പലരും ഹജ്ജിന് ആപ്ലിക്കേഷൻ കൊടുക്കാത്തത്. കാരണം ദിവസേന പത്രങ്ങളിലും വാർത്തകളിലും ഒക്കെ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ എന്തുകൊണ്ടാണ് അപേക്ഷ കൊടുക്കാത്തതെന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു ഗൗരവം വേണ്ടത്ര ഇപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ല എന്നത് തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ഹജ്ജിന് പോകാൻ ബാധ്യതപ്പെട്ടവരോടാണ് പറയുന്നത്, എല്ലാവർക്കും ഇത് ബാധ്യതയുള്ളതല്ല. പക്ഷെ ബാധ്യതപ്പെട്ടവർ ഓർക്കേണ്ട ഒരു കാര്യം എന്താ പറയുക, സമ്പത്തും ആരോഗ്യവും സാഹചര്യവും, ഇത് 2-3 കാര്യങ്ങൾ ഒരുങ്ങിയാൽ മാത്രമേ നമുക്ക് ഹജ്ജിന് പുറപ്പെടാൻ സാധിക്കൂ. ഓരോ വർഷം മുന്നോട്ട് നീങ്ങുമ്പോഴും ഇതിന്റെ സാധ്യത ഇങ്ങനെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കണം. ഈ കഴിഞ്ഞ വർഷം തന്നെ നോക്കൂ നിങ്ങൾ, നറുക്കെടുപ്പിലൂടെ ധാരാളം ആളുകൾ ഹജ്ജിന് കിട്ടി, അതിനു വേണ്ടി പണം അടച്ചു. പക്ഷെ ആ പണം പിന്നെ തിരിച്ചു കൊടുത്തു. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മൾ ആരെങ്കിലും സ്വപ്നത്തിൽ കരുതിയിട്ടുണ്ടോ ഈ വർഷം പോകാൻ കഴിയില്ല? കോവിഡ് കാരണം എന്ത് ചെയ്തു, ഹജ്ജ് മുടങ്ങി. ഇവിടെ ആകെ 10,000 താഴെ ആൾക്കാരാണ് ഹജ്ജ് ചെയ്തത്. അപ്പൊ ആ ആളുകൾക്ക് രണ്ടാമത് എന്തെങ്കിലും ഒരു പരിഗണനയില്ല. ഇനി അവർക്ക് രണ്ടാമത് കിട്ടിയിട്ട് വേണം. അപ്പൊ നമ്മൾ വിചാരിക്കണം എപ്പൻ്റെയൊക്കെ കാശില്ലാമെന്നാണ്, അല്ലെങ്കിൽ കാശുണ്ട് പക്ഷെ അത് ഒക്കൂലെന്ന്. പക്ഷെ കാശ് ഒക്കണ സമയത്ത് ആരോഗ്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. എത്ര പെട്ടെന്നാലേ ഒരു ചെറിയ തളർച്ച ആരെങ്കിലും രക്ഷിക്കണം, അതിന് ഹോസ്പിറ്റലിൽ പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് പറയുന്നത് എന്ത് ഇതൊക്കെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ പെട്ടെന്ന് വഷളാകുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് ആരോഗ്യവും സമ്പത്തും അതിന്റെ അവസ്ഥ മാറുന്നതിന്റെ മുമ്പ് പെട്ടെന്ന് ആ കാര്യം നിർവഹിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. റസൂലുള്ളാഹി പറഞ്ഞു, മൻ അറാദൽ ഹജ്ജ, നിങ്ങൾ ആരെങ്കിലും ഹജ്ജ് ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫൽയതഅജ്ജൽ, വേഗം അത് നിർവഹിക്കണം, വൈകിപ്പിക്കരുത്. കാരണം എന്താ, ഫഇന്നഹു ഖദ് യംറുൽ മരീദ് വതുദില്ലുൽ ളാൽ വതഅരിദുൽ ഹജ്ജ. കാരണം ഹജ്ജ് ചെയ്യാൻ കഴിയാത്ത വിധം രോഗമോ മറ്റ് അത്യാവശ്യങ്ങളോ വരികയോ യാത്രാ സൗകര്യം നഷ്ടപ്പെടുകയോ ചെയ്തേക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഹജ്ജ് ഉദ്ദേശിക്കുന്ന ആളുകൾ അത് പെട്ടെന്ന് ചെയ്യണമെന്നതാണ്. എന്തുകൊണ്ട് പെട്ടെന്ന് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഇസ്ലാം 5 സ്തംഭങ്ങളിലാണ്, 5 തൂണുകളിലാണ്. അതിലൊരു തൂണാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ഇസ്ലാം കാര്യത്തിൽ ഈമാൻ കാര്യത്തിൽ വിശ്വസിക്കും, ഇസ്ലാം കാര്യം മുഴുവൻ ചെയ്തെങ്കിൽ മാത്രമേ നാളെ പരലോകത്തിൽ രക്ഷയുള്ളൂ, നമുക്ക് മുസ്ലിമായിട്ട് മരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ 5 കാര്യങ്ങളിൽ ഒന്നാണെന്ത്, ഹജ്ജ് എന്ന് പറയുന്നത്. റസൂലുള്ളാഹി പറഞ്ഞു, അയ്യുഹന്നാസേ, ജനങ്ങളെ,
ഖദ് ഫറളല്ലാഹു അലൈക്കുമുൽ ഹജ്ജ്, ഹജ്ജ് നിങ്ങൾക്ക് നിർബന്ധമാണ്. ഫഹജ്ജു, അതുകൊണ്ട് നിങ്ങൾ അത് നിർവഹിക്കണമെന്ന്. ഹാജിമാരെ പറ്റി എന്താ പറയുന്നത്? വൽ ഹാജു വൽ മുഅ്തമിറു, ഹജ്ജിനും അതുപോലെ തന്നെ ഉംറക്കും ഒക്കെ ഒരുങ്ങിയ ആളുകൾ ആരാ? വഫ്ദുല്ലാഹ്, അവർ അല്ലാഹുവിന്റെ അതിഥികളാണ്. ദആഹും ഫഅജാബു വസഅലൂഹു ഫഅഅതാഹും, അവർ അല്ലാഹുവിന്റെ വിളിക്കുത്തരം നൽകി, അതുകൊണ്ട് അവർ അല്ലാഹുവിനോട് ചോദിക്കുന്നതെല്ലാം അല്ലാഹു അവർക്കും നൽകുകയും ചെയ്യും. മൻ ഹജ്ജ ലില്ലാഹ് ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമി വലത്തുഹു ഉമ്മുഹു, ഒരാൾ അതിന്റെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ഹജ്ജ് ചെയ്ത് തിരിച്ചു വരികയാണ് എങ്കിൽ ഒരു ചെറിയ കുട്ടിയെപ്പോലെ പാവ സുരക്ഷിതനായി അവൻ തിരിച്ചു വരുമെന്നാണ്. വൽ ഹജ്ജുൽ മബ്റൂർ, പുണ്യകരമായ ഹജ്ജ്, ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, അതിന് പകരമായി സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല എന്നാണ്. ഇപ്പൊ ജീവിതകാലത്തിനിടയ്ക്ക് എന്തൊക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം കഴുകി ഒരു കുഞ്ഞ് ഭൂലോകത്തേക്ക് പറന്നു വീഴുന്നത് പോലെ പാപപരിശുദ്ധിയായി നമുക്ക് വരാൻ അല്ലാഹു നൽകുന്ന ഒരു വലിയ അവസരമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അത് നാം വിചാരിക്കുന്ന സമയത്ത് അതിന് അവസരം കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഹജ്ജ് ബാധ്യതപ്പെട്ടവരോട് ഞാൻ ഗൗരവപൂർവ്വം ഉണർത്തുന്നു, നിങ്ങൾ അപേക്ഷ കൊടുക്കണം. അപേക്ഷ കൊടുത്ത പകുതി സമാധാനമായി സുഹൃത്തുക്കൾ. കാരണം എന്താ? അത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഇടക്കാണ് നമ്മൾ മരിക്കുന്നത് എങ്കിൽ നമ്മൾ ആ കുറ്റത്തു നിന്ന് രക്ഷപ്പെടുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം എന്താ? നമുക്ക് മാത്രം ഇവിടുന്ന് തോന്നുമ്പോൾ പോകാൻ കഴിയുന്ന സ്ഥലമല്ല സൗദി അറേബ്യ എന്ന് പറയും. അതിലൂടെ രാജ്യത്തെ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കണം. ആ ചട്ടത്തിലേക്ക് നമ്മൾ കടക്കണ്ടേ? ഒരു അപേക്ഷ നമ്മളെ കൈകൊണ്ട് എഴുതി കൊടുക്കണ്ടേ? ബാക്കിയാണെന്നാ എപ്പോഴാ കിട്ടുവച്ചപ്പോ പോവാം. ഇത് ബാങ്ക് കൊടുത്തിട്ട് നിസ്കരിക്കാതെ നടക്കണ പോലെയാണ് എന്ത് ഹജ്ജിന്റെ വിളി വന്നിട്ടും ഹജ്ജ് ചെയ്യാതെ നടക്കുന്ന ഒരു സ്വഭാവം എന്ന് പറയുന്നത്. ഇപ്പോ നമ്മുടെ നാട്ടിൽ കുറച്ച് മുമ്പ് കോവിഡ് വരുന്നതിന് മുമ്പുള്ള ഒരു അവസ്ഥ എന്താ വെച്ചാൽ എല്ലാവരും ഉംറക്ക് പോകും, നല്ലതാണ്. പക്ഷെ ഹജ്ജിന് ബാധ്യതപ്പെട്ട ആളുകൾ ഒരു ഉംറക്ക് പോയിട്ട് അതിലങ്ങോട്ട് അവസാനിപ്പിക്കുന്ന അവസ്ഥ ഉണ്ട്. അത് ശരിയല്ല. ഹജ്ജായിട്ട് തന്നെ ചെയ്യണം. അപ്പൊ ഇവിടെ ലൂറിന് ബാങ്ക് കൊടുത്തിട്ട് അതിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച ഒരാൾ ഇറങ്ങിപ്പോയി എന്നിട്ട് പിന്നെ ലൂറ് നിസ്കരിക്കാതിരുന്ന എങ്ങനെ ഉണ്ടാവും? ഇതുപോലെയാണ് ആ ഉംറ എന്ന് പറയുന്നത്. അത് സുന്നത്തായ കാര്യമാണ്. പക്ഷെ ഹജ്ജ് ചെയ്യാൻ ബാധ്യതപ്പെട്ട ഒരാളാണെങ്കിൽ അയാൾ ഹജ്ജാണ് ചെയ്യേണ്ടത്. പിന്നെ ശേഷം അതിന് ചെയ്യാം, ഉംറ കഴിയുന്നത്ര ചെയ്യാൻ കുഴപ്പമില്ല, നല്ലതാണ്. പക്ഷെ ആ ഉംറയിൽ അവസാനിപ്പിക്കുക എന്നത് ഒരിക്കലും ശരിയല്ല. കാശില്ല എന്നാണ് പലരും പറയാറുള്ളത്. കറൻസി മാത്രമാണ് നമ്മുടെ ധനമെന്ന് വിചാരിക്കുന്നവരാണ് അങ്ങനെ ചിന്തിക്കുന്നത്. അങ്ങനെയല്ല. നമ്മുടെ കയ്യിൽ കറൻസി മാത്രമല്ല നമ്മുടെ ധനം, നമ്മുടെ സ്ഥലമുണ്ട്, നമ്മുടെ ഭൂമിയുണ്ട്. 1 സെന്റോ 2 സെന്റോ കൊടുത്താൽ ഐശ്വര്യമായി ഹജ്ജ് ചെയ്തു വരാൻ ഇപ്പോഴത്തെ സാധനത്തിൽ കഴിയും, ഇല്ലേ? നമുക്ക് ഷോപ്പുണ്ട്, അതുപോലെ തന്നെ നമുക്ക് വാഹനങ്ങളുണ്ട്, അതുപോലെയുള്ള സൗകര്യങ്ങളുണ്ട്, ആഭരണങ്ങളുണ്ട്. ഇതെല്ലാം വെച്ചിട്ട് ഞാൻ നിരായുധനാണ്, എന്റെ അടുക്കൽ കാശില്ല എന്ന് പറയുന്നതിന് അർത്ഥമില്ല. അതുകൊണ്ട് കഴിയുന്നവർ എല്ലാ ബാധ്യതയും അവസാനിച്ചിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല ഹജ്ജ്. സാധിക്കുന്ന ആളുകൾ ആരോഗ്യവും സമ്പത്തും ഉണ്ടാകുമ്പോൾ എത്രയും പെട്ടെന്ന് പോയി ചെയ്യണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാറ്? എപ്പോഴാ അള്ള ഇവിടുന്ന് തിരിച്ചു കൊണ്ടുപോകുക എന്ന് പറയാൻ കഴിയില്ല. ഓരോരുത്തരും സുഹൃത്തുക്കളെ നമ്മളിൽ നിന്ന് വിട്ടുതിരിഞ്ഞുകൊണ്ടിരിക്കും. ഒരു പുതിയ പഴയ തലമുറ തന്നെ പോയിക്കൊണ്ടിരിക്കും. ഇന്ന് നമ്മളുണ്ട്, അടുത്ത ആഴ്ച എത്രയാൾ ഈ പള്ളിയിൽ ഉണ്ടാകും? ആർക്ക് പറയാൻ കഴിയും? അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഇബാദത്തുകൾ, അതുപോലെ തന്നെ കടമകൾ, കടപ്പാടുകൾ, അതൊക്കെ വേഗം ചെയ്ത് പൂർത്തീകരിച്ചു പോവുക. കാരണം ഈ ദുനിയാവ് വളരെ ചെറുതാണ്. എപ്പോഴാണ് അള്ളാഹു തിരിച്ചു വിളിക്കാൻ നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഹജ്ജിന് വേണ്ടി മനസ്സ് വെച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അതിലേക്ക് നീങ്ങണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.